ഹലോ, ഞാൻ ഈ അതിരാവിലെ എങ്ങോട്ടാണ് ഈ പോണതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ. ഞാനും അച്ഛനും കൂടെ ഡൽഹിയിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5:30 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ടൈമിന് തന്നെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 10 മിനിറ്റ് ഞങ്ങൾ ലേറ്റാക്കി. ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഹാർഡ്ലി ഒരു 4 മണിക്കൂറൊക്കെ ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ. അച്ഛനാണെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് വന്നത്. വന്നപ്പോൾ തൊട്ട് ആൾ ഭയങ്കര ബിസി ആയിരുന്നു വേറെ പല ആക്ടിവിറ്റീസുമായിട്ട്. പിന്നെ ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കിടന്നത് ഒരു 12-12:30 ആയി. പിന്നെ ഉറക്കം പിടിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാറുമായി. അതിൻ്റെ എല്ലാ പ്രഹസനവും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. കാരണം മുഖം ഒന്ന് ഉണർവോടെ കിട്ടണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഡൽഹിയിലേക്ക് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ട്രിപ്പ് മോഡാക്കിക്കൂടാ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ഓൾമോസ്റ്റ് 4 ഡേയ്സ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. 4 ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല, 3 നൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4th ഡേയിൽ ഞങ്ങൾ തിരിച്ച് വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പം ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ ഡേ 1 ആണ് മോർണിംഗ് ഫ്ലൈറ്റ് വരുന്നത്. 9:15 അപ്പോൾ നമ്മളവിടെ റീച്ച് ചെയ്യുന്നത് ഒരു 12:30 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഒരു 1 o'clock ആയപ്പോഴാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഊബർ കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഊബർ, ഓല ഇതൊക്കെ അവരുടെ സ്പോട്ടിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് അറ്റൻഡ് ചെയ്യുന്നത് പോലും. കാരണം ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. എന്തോ ഈ റീസൺ എനിക്ക് ഇത്തവണ എനിക്ക് പോകാൻ തോന്നിയത് എന്താ വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് ഒരുപാട് ഡേയ്സ് ലീവ് എടുത്ത് വരാനും പറ്റില്ല, എന്നാൽ എനിക്ക് പെട്ടെന്ന് എത്തും വേണം, എന്നാൽ ട്രെയിനിലിരുന്ന് എനിക്ക് മുഷിയാനും പറ്റില്ല എന്നുള്ളതുകൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ എന്നുള്ള പോലെ ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് 2 പേർക്കും. ബട്ട് എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഭയങ്കര വിറയായിരുന്നു. കയ്യും കാലൊക്കെ ഇങ്ങനെ ഒരുമാതിരി വിറക്കില്ലേ നമുക്ക് പേടിയാകുമ്പോൾ. ആ ഒരു ഫീലായിരുന്നു എനിക്ക് എൻറ്റയർലി. എനിക്ക് അവിടെ എത്തിയപ്പോഴാണൊന്ന് സമാധാനമായത്. എന്നിട്ടെന്താ, എത്തിയതിന് ശേഷം ഞങ്ങൾ ഊബർ സ്പോട്ടിലൊക്കെ ചെന്ന് കുറേ നേരം വട്ടം തിരിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ഊബർ സ്പോട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം അവിടെ ഉള്ളത് നോർമൽ ടാക്സി ഓടിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അവർ അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ട്രോളി എടുത്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഫുൾ. അവസാനം ഞങ്ങൾ ഒരു ദിശയിലേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അതായത് അച്ഛനെ കൊണ്ടുപോയപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് ആക്ച്വലി ആ ഊബർ ആൻഡ് ഓല സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, നമ്മളിങ്ങനെ വഴി തെറ്റിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിലൊന്നും വീഴാതെ നോക്കേണ്ടത് നമ്മുടെ ബുദ്ധി പോലെ ഇരിക്കും. കാരണം നമുക്കൊന്നും കിട്ടിയില്ല എന്നറിയുമ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോർമൽ ടാക്സിയാണ്. അതിലവർ ഒരുപാട് ചാർജ് ചെയ്യും. അപ്പോൾ ഈ ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 എന്തായാലും ഇടും. കാരണം ഈ ഒരു വീഡിയോയിൽ മാത്രമായിട്ട് എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര ലെങ്തി ആയി പോകും, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാനും തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ലെങ്തി ആക്കാതെ പാർട്ട് 1 പാർട്ട് 2 ആക്കാന്നുള്ളത്. ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാണ് കേട്ടോ. കാരണം വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കാരണം ഞങ്ങളുടെ മൈൻഡിൽ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള മൈൻഡായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒരുപാട് ദിവസം അവിടെ നിൽക്കാനുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അറ്റ് വെരി ബിഗിനിങ്. പിന്നെന്തോ ഇങ്ങനെ ഫാമിലിയായിട്ട് ഫുള്ള് ചർച്ച ചെയ്തപ്പോൾ എന്തും കൊണ്ടൊരു 2 ഡേയ്സ് എക്സ്ട്രാ നിന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നുകൂടാന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ട്രിപ്പ് അടിപൊളിയാക്കാൻ കഴിഞ്ഞത്. എന്നാലും ഞങ്ങൾക്ക് ഇടയിൽ ചെറിയ വിഷമവും പരിഭവവും തർക്കവും എല്ലാം ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങളിതെല്ലാം സോർട്ട് ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങും. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ വേക്കപ്പ് ചെയ്യുന്നത് നമ്മൾ പറയില്ലേ സ്നേഹമുള്ളിടത്തെ പരിഭവമുള്ളൂ എന്ന്, അതേപോലത്തുള്ള സ്നേഹപ്രകടനമാണ് എൻ്റെ വീട്ടിലും. കാരണം പരിഭവങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്, എന്നാൽ അതേപോലെ തന്നെ സ്നേഹവും നമ്മൾ കൊടുക്കാറുണ്ട്.
അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഭയങ്കര വിഷമത്തിലുമായിരുന്നു. അപ്പോൾ ആ വിഷമം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. എന്തായാലും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറയ്ക്കാതെ നമുക്ക് ഡേ 1 നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത് പറയാം. ഡേ 1 ഞങ്ങൾ ഊബറെല്ലാം എടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഒരു ഹോട്ടലിലായിരുന്നു. ഓയോയിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് മണ്ടത്തരം പറ്റിപ്പോയി എന്നുള്ളതാണ്. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, എനിക്ക്. കാരണം ഇവിടുന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നല്ലൊരു ഹോട്ടലായിരിക്കും, നല്ലൊരു റൂമായിരിക്കും എന്നുള്ളത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആണ് അറിഞ്ഞത് ഞങ്ങളുടെ റൂം തന്നെ വേറെ ആർക്കോ കൊടുത്തു എന്നുള്ളത്. അത് അറിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവർ തന്ന ഒരു സ്പെയർ റൂമിലാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. അറൗണ്ട് 6 o'clock ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് തന്നത്. റൂമിലെത്തിയപ്പോഴാണ് മനസ്സിലായത് എവിടെയും ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ കസ്റ്റമർ സർവീസിനെ കോൾ ചെയ്തപ്പോൾ അവർ ഭയങ്കര പൊളൈറ്റായിട്ടാണ് അവർ സംസാരിച്ചത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതല്ലല്ലോ അവിടെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മുടെ റൂം വേണം, നല്ലൊരു റൂം വേണം, അല്ലെങ്കിൽ റീഫണ്ട് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ ആ ഒരു ഓൺ ദ സ്പോട്ട് എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഭയങ്കര സ്തംഭിച്ചു പോയി. എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ബുക്ക് ചെയ്തൊരു റൂമല്ല നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മളതിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമായിരുന്നു. ഞാനവിടെ ഫൈറ്റ് ചെയ്തില്ല. ഐ ജസ്റ്റ് കോംപ്രമൈസ്ഡ്. ഞാനത് കോംപ്രമൈസ് ചെയ്ത് ഞാൻ സ്പെയർ റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ റൂം കിട്ടിയതിന് ശേഷം ഞാൻ ഇത് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. സോ ഈവൻ ഐ ഫെൽറ്റ് ഐ ഡിഡ് റോങ്. അപ്പോൾ എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. കാരണം ഞാനാണ് അത് റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആണ് ഇപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഒരിക്കലും ആദ്യം തന്നെ ചെയ്യാതിരിക്കുക. അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ റൂമെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഡൽഹിയിൽ കണ്ടതിൽ വെച്ചിട്ട് എല്ലായിടത്തും മെയിൻ്റെനൻസിൻ്റെ വളരെ കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ലതായിരിക്കും, ഫുഡ് എല്ലാം നമുക്ക് നല്ലതായിരിക്കും. പക്ഷേ മെയിൻ്റെനൻസാണ് അവിടെ ഏറ്റവും ഒരു നെഗറ്റീവ് മാർക്കിംഗ് എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം മെയിൻ്റെനൻസ് എവിടെയും അവർ ചെയ്യുന്നില്ല. ഓയോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വേറെ ഹോട്ടൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓൺലി ഓയോസ് മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു കുറച്ച് മാർക്കറ്റ് ഏരിയ, കുറച്ച് സിറ്റി, അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് ഏരിയയാണ്. പക്ഷെ ഒരുപാട് നല്ല ഒരു വശം എന്ന് പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് അടുത്തടുത്തായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് ആയിക്കോട്ടെ എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഈ ഒരു വിഷമം മാറ്റാനായിട്ട് അച്ഛൻ എന്നെ കൊണ്ട് പുറത്ത് ഈവനിങ് വാക്കിനൊക്കെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് കരിമ്പ് ജ്യൂസ്, ഐസ്ക്രീം, ചിക്കൻ പോപ്കോൺ, ചോക്കോലാവ ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചെന്ന് എന്നെ ഹാപ്പി ആക്കിയിട്ടാണ് റൂമിലേക്ക് കൊണ്ടുപോയത്. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് വി വോക്കപ്പ് ആൻഡ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡൊക്കെ ചെയ്തു. എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി കെയിം ഹോം ആൻഡ് ഹാഡ് ലഞ്ച്. അവിടുത്തെ ലഞ്ച് എന്ന് പറയുന്നത് പല വെറൈറ്റീസാണ്. അതായത് റൈസ് താലി വേറെ, അങ്ങനെയുള്ള ഒരു താലി പോലത്തെ ഉള്ളൊരു ഐറ്റംസാണ്. ഫുൾ ഇങ്ങനെ കുറച്ച് കറികൾ, കുറച്ച് ഖീർ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് റൊട്ടി, അതെല്ലാം നല്ലൊരു ടേസ്റ്റിയാണ്. അത് നിങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അവിടുത്തെ ഹോട്ടൽ ഫുഡ്സിനെക്കാട്ടിലും സ്ട്രീറ്റ് ഫുഡ്സാണ് ഏറ്റവും ഫേമസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിലൊക്കെ പോവുകയാണ്, ഇനി നോർത്തിൽ എവിടെ പോവുകയാണെങ്കിലും സ്ട്രീറ്റ് ഫുഡ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ. കാരണം അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ എന്താ പറയുക, നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടല്ലോ,
എല്ലാ ഒരു ഫുഡിനൊരു ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും. ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ അവിടെ പോയിട്ട് മെയിനായിട്ട് കണ്ടത്. ആൻഡ് ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഫുഡ്. കാരണം ഫുഡിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് അലയേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് ഞങ്ങൾക്ക് കഴിക്കാമെന്നുള്ളൂ. കാരണം അവിടെ തൊട്ടടുത്ത് എല്ലാം അടുത്തടുത്തൊക്കെ കടകളുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഇനി എത്ര കഴിച്ചാലും ഒരുപാട് കോസ്റ്റ്ലി അല്ല, എല്ലാം ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലാണ് അവർ അവിടെ വിൽക്കുന്നത് പോലും. അപ്പോൾ ഐ വുഡ് പ്രിഫർ സ്ട്രീറ്റ് ഫുഡ്. നിങ്ങളിനി എവിടെ, ഡൽഹിയിൽ മാത്രമല്ല, നിങ്ങളിനി നോർത്തിലെ എവിടെ പോവുകയാണെങ്കിലും സ്ട്രീറ്റ് ഫുഡ്സിന് ഒരുപാട് കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ വെറൈറ്റീസൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ നേരെ വിട്ടത് സരോജിനി മാർക്കറ്റിലാണ്. ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് സരോജിനി മാർക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് പേര് അവിടെ പോയിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഡൽഹിയിൽ വരുന്നവർ ഡെഫിനറ്റ്ലി സരോജിനി മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഏറ്റവും വലിയ സ്പോട്ടാണ്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജ്വല്ലറീസ് ആയിക്കോട്ടെ ബാഗ്സ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ കുർത്ത സെറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോപ്പിലാണ് ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തത്. അമ്മയ്ക്ക് ഒരു 7 to 8 ജോഡിയെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ 2 പേർക്കും അമ്മയ്ക്ക് സെലക്ട് ചെയ്യാനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, അമ്മ അത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നു. ആ ഒരു സാറ്റിസ്ഫാക്ഷനിലായിരുന്നു ഞങ്ങൾ 2 പേരും. പിന്നെ എനിക്കും എൻ്റെ ചേച്ചിക്കും വേണ്ടിയിട്ട് ഒരു പെയർ ഇയറിങ്സ്, പിന്നെ എനിക്കൊരു കുർത്ത സെറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വാങ്ങിയതുള്ളത്. അല്ലാതെ കൂടുതലായിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് അവിടെ തോന്നിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. ഏർലി മോർണിംഗ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് പെർ പെയർ 100 rupees അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയണം. എന്നാൽ തന്നെയാണ് അവർ വില ഭയങ്കരമായിട്ട് കുറച്ച് തരുള്ളൂ. അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. സരോജിനി മാർക്കറ്റിൽ ബാർഗെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ ഒരു വിഷമം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ അമ്മ കൂടെ വരാത്തതിൻ്റെ വിഷമമാണ്. അമ്മയ്ക്ക് ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല, അതുകൊണ്ടാണ് വരാത്തത്. ആ ഒരു വിഷമം വെച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പാർട്ട് 2 കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.